ഹായ് ഓൾ, എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ജൂൺ 2023 സെറ്റ് എക്സാമിലെ വിന്നറാണ്. അപ്പം ഞാൻ ടോസ് അക്കാഡമി ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ 2013 PG പാസ് ഔട്ടായി. 2014 എൻ്റെ BEdും കഴിഞ്ഞു. ശരിക്കും ഫസ്റ്റായിട്ട് സെറ്റ് എക്സാം ഞാൻ എഴുതിയത് 2015 എക്സാം ഞാൻ എഴുതിയിരുന്നു. ഡിസംബറാണെന്ന് തോന്നുന്നു. ഡിസംബറിലെ എക്സാം എഴുതിയിരുന്നു, പക്ഷേ പാസ്സായില്ല. ഫസ്റ്റ് പേപ്പറിൽ മാർക്കുണ്ടായിരുന്നു, സെക്കൻഡ് പേപ്പറിന് മാർക്ക് കുറവായിരുന്നു. പിന്നെ 2016 എഴുതി, പിന്നെ അപ്പോഴും പാസ്സായിട്ടില്ല. എപ്പോഴും സെക്കൻഡ് പേപ്പറിനൊരു 48 എത്തില്ല ഒരിക്കലും. 45, 46, 47 അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കും. പിന്നെ ജോലി പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പഠിത്തം കഴിഞ്ഞ സമയത്ത് ജോലി ഒരു അത്യാവശ്യം അർജൻറ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പല ടെസ്റ്റുകളും PSC ആണെങ്കിലും ബാങ്ക് ടെസ്റ്റുകളും അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ ഒരു 2015 തന്നെ എനിക്ക് ബാങ്ക് ടെസ്റ്റ് കിട്ടി. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണിപ്പോൾ. അപ്പം ടീച്ചിങ്ങിനോടുള്ള പാഷൻ വിട്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബാങ്കിൽ കയറിയെങ്കിലും നമുക്ക് ടീച്ചിങ്ങിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതിലാണ് നിന്നിരുന്നത്. അപ്പം ബാങ്കിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അറിയാമല്ലോ, നമുക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റേതായൊരു പ്രശ്നങ്ങൾ, തിരക്കുകൾ, പുതിയ അറ്റ്മോസ്ഫിയർ അങ്ങനെയൊക്കെ ആയപ്പോൾ പഠിത്തം ഇച്ചിരി പുറകോട്ട് പോയി. എന്നാലും ടീച്ചിങ് എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നീട് അപ്പോഴും ഞാൻ എപ്പോഴും കോച്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും നെറ്റിന് കോച്ചിങ് ഉണ്ട് അങ്ങനെ ഒക്കെ പറയും. അപ്പം സെറ്റ് എക്സാമിനൊരു കോച്ചിങ് ചോദിക്കുമ്പം ഒരിടത്തും അങ്ങനെ അധികം അവൈലബിൾ അല്ല. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കും, ടഫ് സബ്ജക്റ്റാണ്, ഭയങ്കര പാടാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയായി ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു, അതിൻ്റെ ഓരോ തിരക്കുകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴും ഇത് തിരിച്ചു പിടിക്കണം, സെറ്റ് എഴുതിയെടുക്കണം എന്നുള്ളത് ഇങ്ങനെ ഒരു മനസ്സിൽ എന്നും ഒരു വിങ്ങലായിട്ട് കിടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെറ്റ് പാസ്സാകുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര എയിമായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷം ഞാൻ 2017 ഒന്നുകൂടെ സെറ്റ് എക്സാം എഴുതി. അപ്പോഴും ക്ലിയർ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നീണ്ട ഒരു ഗ്യാപ്പായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം സെറ്റിന് അപ്ലൈ ചെയ്തു, പക്ഷേ എഴുതിയില്ല. പഠിത്തം ശരിയാവാത്തതിനാൽ എഴുതിയില്ല. അങ്ങനൊരവസ്ഥയുണ്ടായി. അങ്ങനെയൊക്കെ എനിക്ക് ആകെപ്പാടെ ഒരു കോൺഫിഡൻസ് പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഏകദേശം 2022 നമ്മൾ വീണ്ടും ഇത് വേണം, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതിൽ ഞാൻ പയ്യെ ബുക്കുകളൊക്കെ പൊടി തട്ടിയെടുത്ത് വീണ്ടും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തുടങ്ങി. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തായാലും എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. വിത്തിൻ 1 ഇയർ നമുക്ക് സെറ്റ് കിട്ടണം എന്നുള്ളൊരു എയിം ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം 2022 ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴാണ് തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പം വിത്തിൻ 1 ഇയർ മാക്സിമം അടുത്ത സെപ്റ്റംബറിനോ അല്ലെങ്കിൽ ഒക്ടോബറിനുള്ളിൽ എനിക്ക് സെറ്റ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിരുമ്പോഴത്തേനും അപ്പോഴത്തേനും ജാനുവരി സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ജാനുവരി 2023 സെറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ പ്രിപ്പറേഷൻ എൻ്റെ വിധത്തിലുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ശ്രമിച്ചപ്പോഴും ഫസ്റ്റ് പേപ്പർ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എപ്പോഴും സ്കോർ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. പക്ഷേ സെക്കൻഡ് പേപ്പറിന് നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഫിസിക്സിനെ ഇത്രയും ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്സ് സബ്ജക്റ്റിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ജാനുവരിയിലെ സെറ്റ് എക്സാം ഞാൻ എഴുതി. ജാനുവരി 21st or 22nd എക്സാം ആയിരുന്നു. അപ്പം എക്സാം എഴുതിയപ്പോഴേ കാര്യം മനസ്സിലായി, കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം എനിക്ക് സെക്കൻഡ് പേപ്പറിന് ഏകദേശം 40 മാർക്കുകളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഇപ്പോൾ ഇനിയൊരു സമയം ഇതിനു വേണ്ടി കളയാൻ പറ്റില്ല. അടുത്ത ജൂലൈയിലെ സെറ്റ് നമുക്ക് കിട്ടണം എന്നുള്ളൊരു വാശി മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എനിക്കത് കിട്ടിയേ തീരൂ, ഇനി ഞാൻ ഇതിനു വേണ്ടി സമയം കളയത്തില്ല, ഇതെനിക്ക് ക്ലിയറായി ഞാൻ ഇരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുമ്പം
ഒത്തിരി പേർ നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഇത് കാണുന്നുണ്ട്. പിന്നെ ജാനുവരിയിലെ സെറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ നമ്മുടെ ടോസിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ റെഗുലറായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത്, മിസ്സൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാൻ ഓർത്തു ശരിയാണല്ലോ ഇതൊക്കെ. പക്ഷേ അപ്പം എനിക്കപ്പം അത്രയും ഒരു സോൾവ് ചെയ്യാനുള്ള ഞാൻ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് നോക്കി ഒക്കെ അത് അപ്പോഴും ടോസിൻ്റെ ഒരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പല ഇതും സെർച്ച് ചെയ്തു അവസാനം ഞാൻ ടോസ് അക്കാഡമി ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്തപ്പം ഞാൻ ചോദിച്ചത് ഇതാണ്, എനിക്കിത്രയും ഗ്യാപ്പുണ്ട്, അപ്പോൾ പ്രിപ്പറേഷൻ എനിക്ക് നല്ല ഹെൽപ്പ് വേണം. കാരണം എനിക്ക് വേറെ റെഫർ ചെയ്തോ ഒത്തിരി നേരം റെഫർ ചെയ്ത് പഠിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് സമയമില്ല. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സമയം മാത്രമേ എനിക്ക്, വളരെ കുറച്ച് സമയം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ആദ്യമേ ഞാൻ കോൺടാക്ട് ചെയ്തത് മെരിയ മിസ്സിനെയാണോ അതോ ടിൻറ്റു മാഡത്തിനാണോ എന്നറിയത്തില്ല, ഒരാളുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ ഏറ്റവും ആദ്യമേ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഡെമോ ക്ലാസ്സസ് ഉണ്ട്. ഡെമോ ക്ലാസ്സസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. കാരണം നമുക്ക് ഒരു 3-4 ക്ലാസ് കാണാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. അപ്പോൾ ഡെമോ ക്ലാസ്സിൻ്റെ എക്സാമും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫീസ് എടുത്ത് ജോയിൻ ചെയ്താൽ മതി എന്നുള്ള കാര്യം, അത് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡെമോ ഫെബ്രുവരി ആദ്യമാണെന്ന് തോന്നുന്നു ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഫെബ്രുവരി ക്ലാസ് തുടങ്ങിയപ്പോഴേ ഡെമോ ക്ലാസ്സസൊക്കെ ഞാൻ കണ്ടു. ഡെമോ ക്ലാസ്സസ് 3 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു എക്സാം ഫസ്റ്റ് പേപ്പറിൻ്റെ ഉണ്ടായിരുന്നു, സെക്കൻഡ് പേപ്പറിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പേപ്പറിൻ്റെ ആയപ്പോഴത്തേനും പിന്നെ അനിറ്റമിസുമായിട്ട് സെക്കൻഡ് പേപ്പർ നമുക്ക് മെയിനായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന അനിറ്റമിസ് ആയിരുന്നു. അപ്പം അനിറ്റമിസുമായിട്ടും കോൺടാക്ട് ചെയ്തു. അപ്പോൾ അനിറ്റമിസിനോട് ഞാൻ ആദ്യമേ ചോദിച്ചു, മിസ്സേ എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്, എനിക്ക് സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പോ കാര്യങ്ങളൊക്കെ കിട്ടുമോ, എനിക്ക് വിശ്വസിക്കാമോ എന്ന് തന്നെ ഞാൻ ചോദിച്ചു. മാഡം പറഞ്ഞു ഒന്നും പേടിക്കണ്ട, എല്ലാം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, ഇപ്രാവശ്യം സെറ്റ് ക്ലിയർ ആയിരിക്കും എന്ന് മിസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഉറപ്പ് തന്നത്. അങ്ങനെ ഡെമോ ക്ലാസ്സസും എല്ലാം കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് നോക്കിയപ്പോൾ ഫീസും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനും പറ്റി. അതും വലിയൊരു സന്തോഷമായിട്ട് കാര്യം. അപ്പം ആദ്യമേ ഞാൻ സബ്ജക്റ്റ് പേപ്പറിന് വേണ്ടിയാണ് ക്ലാസ് എടുത്തത്. അപ്പം അപ്പോഴും ചെറിയ ഈ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ട്, കുഴപ്പമില്ല, അതെനിക്ക് കുറച്ചൊക്കെ വായിച്ചെഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് പേപ്പറിന് ആദ്യമേ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അപ്പം ലോങ് ടേം ബാച്ച് പോലെ സെക്കൻഡ് പേപ്പറിന് ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഫെബ്രുവരിയിൽ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ മിസ്സ് പറഞ്ഞിട്ടാണ് നമുക്ക് ദിവസം ഒരു 1.5 hours നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും എന്നൊരു ഉറപ്പ് എൻ്റെ മിസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നോടനെ ആദ്യമേ നോക്കും. നമുക്ക് ക്ലാസ് മിസ്സും സാറും അനിറ്റ മിസ്സാണ് ഒരു പാട്ട് ഹാൻഡിൽ ചെയ്ത്, സാജൻ സാർ അടുത്ത പാട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും, ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ വൈകിട്ട് വരുമ്പോഴേ ആദ്യമേ നോക്കുന്നത് മെസ്സേജ് വന്നിട്ടുണ്ടോ, ക്ലാസ് അപ്ലോഡ് ആയോ നോക്കും. പിന്നെ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യമേ ക്ലാസ്സിലേക്ക് ആയിരുന്നു. അപ്പോൾ ക്ലാസ് ഒരു 35-40 മിനിറ്റ്, നല്ല കൂടി വന്നാൽ 45 മിനിറ്റിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ക്ലാസ്സസും പോയിട്ടില്ല. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യും, നോട്ട് എഴുതും, എല്ലാം കൂടെ നമുക്ക് ഏകദേശം ശരിയാണ്. മിസ്സ് പറഞ്ഞ പോലെ ഒരു 1.5 hours നമുക്ക് എടുക്കും. അപ്പം ഞാൻ ചെയ്തിരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ക്ലാസ് കേൾക്കുക, നോട്ട് എഴുതുക. സാറ്റർഡേ സൺഡേ ആണ് എൻ്റെ റിവിഷൻ ടൈം. പിന്നെ റിവിഷൻ എന്നല്ല, പഠിക്കുന്ന സമയം പഠിത്തം എന്നുള്ളതും ഞാനിങ്ങനെ ബുക്ക് തുറന്ന് വെച്ച് തിയറി ആയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിയറി അറിയാം, പക്ഷേ എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ആ ഒരു ഫോൾട്ട് എനിക്കുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നത് മൺഡേ ടു ഫ്രൈഡേ മിസ്സസ് സാറും എന്താണ് പഠിപ്പിക്കുന്നത് ആ പോർഷൻസിൽ നിന്നുള്ള PYQs, അതിൽ ഞാൻ PYQസിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും 2015 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ പ്രിൻ്റ് എടുത്ത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവർ പഠിപ്പിച്ച പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ഡൗട്ട് വരുന്ന എപ്പോഴാണോ ആ ഡൗട്ട് വരുന്ന ദിവസം അപ്പം തന്നെ ഫോട്ടോ എടുത്ത് സാറിനോ മിസ്സിനോ വാട്സപ്പ് ചെയ്യും. വാട്സപ്പിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട. കാരണം ഏത് സമയം
സമയത്തും നമുക്ക് അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ ഇടും, അവരുടെ സമയം പോലെ അവർ റിപ്ലൈ തരും കൃത്യം. ഞാൻ ഏറ്റവും ബേസിക് ഡൗട്ട്സ് പോലും ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പലതും ക്ലിയർ ആവാറില്ല. അപ്പം ഇതിങ്ങനെ എന്താ അങ്ങനെ വന്നേ, എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ അവരെ ഏറ്റവും സാറ്റർഡേ സൺഡേ ആണ് അവരെ രണ്ടുപേരും ഞാൻ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അവർ കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഏത് സമയത്തും അവർ റിപ്ലൈ തന്നിട്ട്, രാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും അവർ റിപ്ലൈ തന്നിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു ട്രാക്കിലായി, പഠിത്തത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് വന്നു. അങ്ങനെ കൃത്യമായിട്ട് മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ റിവിഷൻ കഴിഞ്ഞ് മൺഡേ എക്സാംസ് എഴുതി തുടങ്ങി. ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു, ചിലപ്പോൾ മാർക്ക് കിട്ടും ചിലപ്പോൾ മാർക്ക് കിട്ടും. എക്സാം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് മൺഡേ എക്സാം ചെയ്ത് കഴിഞ്ഞ് മാർക്ക് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ആ 8 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് അതിൽ കിട്ടാത്തതും അപ്പം തന്നെ സാറിനോട് മിസ്സിനോട് ഡൗട്ട് ചോദിച്ചിരിക്കും, അത് അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു കോൺഫിഡൻ്റ് ആയി. ഓക്കെ, ദിസ് ടൈം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നെനിക്കൊരു തോന്നലുണ്ടായി തുടങ്ങി. അങ്ങനെ ഏപ്രിലൊക്കെ ആയപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ സബ്ജക്റ്റിനെ ചേർന്നിട്ടുള്ളൂ, നമുക്ക് ജനറൽ പേപ്പറിൻ്റെ കാര്യം നോക്കണമല്ലോ. അപ്പം മെരിയം മിസ്സിന് മെസ്സേജ് അയച്ചു, ജനറൽ പേപ്പർ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ചേരുന്നുണ്ട് കേട്ടോ, ക്രാഷ് ചേരുന്നുണ്ട്. ഇപ്പോൾ ക്രാഷിൽ അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ ജനറൽ പേപ്പറിലും പാരലായിട്ട് പോയി. ജനറൽ പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കൂടുതലും കേട്ടാണ് പഠിച്ചിരിക്കുന്നത്, നോട്ടൊന്ന് എഴുതി പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ജനറൽ പേപ്പറിൽ മെരിയം മിസ്സിൻ്റെ വീഡിയോസ് എപ്പോഴും ഷോർട്ട് വീഡിയോസാണ്, 15-20 മിനിറ്റ്സ്, കൂടി വന്നാൽ 20 മിനിറ്റ്, അതിലപ്പുറത്തേക്ക് ഓരോ വീഡിയോയിൽ. അപ്പം ഏറ്റവും റെപ്പറ്റീഷനാണ് ജനറൽ പേപ്പറിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ചിലപ്പോൾ പോകുന്ന വഴിക്കായിരിക്കും ഞാൻ കേൾക്കുന്നത്, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നത്. അപ്പം മറ്റേ രാവിലെയും ചിലപ്പോൾ അതൊന്ന് കേൾക്കും, വൈകിട്ട് തിരിച്ചു വരുന്ന വഴിക്കും അതൊന്ന് കേൾക്കും. ജസ്റ്റ് അതങ്ങനെ മനസ്സിൽ കിടക്കും. അതാണ് ജനറൽ പേപ്പറിന് ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജി. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കോൺഫിഡൻ്റ് ആയി, പ്രാവശ്യം ക്ലിയർ ചെയ്തേക്കും, കുഴപ്പമില്ല, എന്നെക്കൊണ്ട് സാധിക്കുമല്ലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ജൂൺ ലാസ്റ്റോടെ നമ്മുടെ എല്ലാത്തിൻ്റെയും ജനറൽ പേപ്പറും സബ്ജക്റ്റും ഒക്കെ പോർഷൻസ് തീർന്നു. ജൂലൈ ആദ്യം നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. റിവിഷനും അതുപോലെ തന്നെ മിസ്സ് കൃത്യമായ ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും നോക്കണം, ഇന്ന ദിവസം തൊട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സാം എഴുതണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ട്. എല്ലാം പ്ലാൻഡായിട്ട് കൃത്യമായിട്ട് നടന്നു. എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട് എനിക്ക് റിവിഷൻ ടൈമിൽ അത്രയും ഫോളോ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം കുറച്ച് ലീവൊക്കെ എടുത്തിരുന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചു. എല്ലാം ഭംഗിയായിട്ട്. പിന്നെ റിവിഷൻ ടൈമിൽ ഹെൽപ്ഫുൾ ആയതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ മൺഡേ ടു ഫ്രൈഡേ പഠിക്കുകയും സാറ്റർഡേ സൺഡേ പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി അങ്ങനൊരു ഇതിൽ പോകുന്നത് കൊണ്ട് റിവിഷൻ ടൈം ആയപ്പോഴും നമ്മൾ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്ത് എടുക്കുന്നേ ഉള്ളല്ല. കാരണം വീണ്ടും ചിലപ്പം ചിലത് ക്ലിയർ ആവാതിരുന്ന ഒന്നുകൂടെ ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഞാൻ കുറച്ചുകൂടെയൊക്കെ ക്ലാസ് 2 തവണയൊക്കെ വീതം കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന പോർഷൻസ് ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കലൊക്കെ ആയിരുന്നു. പക്ഷേ അത് ഞാൻ ഇച്ചിരി റിപ്പീറ്റ് ചെയ്ത ക്ലാസ്സൊക്കെ കേട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിരുന്നു. അത്യാവശ്യം നമുക്ക് എക്സാം പാസ്സാവാനുള്ള പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരിതിലേക്ക് എത്തിയിരുന്നു. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സൊക്കെ എനിക്കിതുവരെ പ്രോബ്ലം ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അതൊക്കെ ശരിക്കും അനറ്റമിസ് എന്നോട് പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒന്നും പേടിക്കാനില്ല, നമുക്കത് ശരിയാക്കാം എന്നാ മിസ്സ് പറഞ്ഞിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. അതുപോലെ മിസ്സും മെരിയ മിസ്സും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പഠിക്കുന്നുണ്ടോ, എങ്ങനെയാണ് പഠിത്തം, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്താണോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് സംസാരിച്ചു. നമുക്കത് ഞാൻ എപ്പോൾ നമ്മളോട് പറഞ്ഞാലും നമ്മൾ ഇപ്രാവശ്യം ജൂലൈയിൽ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. അതായത് നമ്മൾ കോൺഫിഡൻസിലേക്ക്, ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നല്ലൊരു കോൺഫിഡൻസിലേക്ക് എത്തി. ജൂലൈ ഒക്കെ ആയപ്പോഴത്തേനും നല്ല കോൺഫിഡൻസ് എത്തി. ദിസ് ടൈം ഞാൻ ക്ലിയർ ചെയ്യും എന്ന് എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ നമ്മൾ റിവിഷനും എല്ലാം കഴിഞ്ഞു, ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ എക്സാമിൻ്റെ ഡേ എത്തിയപ്പം ഏറ്റവും ട്വിസ്റ്റായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ജനറൽ പേപ്പർ നമുക്ക് നല്ല ടഫായിരുന്നു. ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള ചോദ്യങ്ങൾ ഒരു കഴിഞ്ഞ ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ജനറൽ പേപ്പർ ടഫായിരുന്നു. അതുപോലെ ഒരു ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ടഫെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, പക്ഷേ കുറച്ച് ചിന്തിച്ച്, നേരത്തെ നമുക്കൊരു ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ ഇത്തവണത്തേത് നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു മെത്തേഡ് ഓഫ് എലിമിനേഷനൊക്കെ യൂസ് ചെയ്യണം. കാരണം ഈ ഓപ്ഷൻസ് ഒന്നും ഇതിനുത്തരമായി വരില്ല എന്ന് ചിന്തിച്ച് ചിലതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ചിലതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടിയൊക്കെ വന്നു. അങ്ങനെ
ജനറൽ പേപ്പർ ഇത്തിരി ടഫായിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇതിപ്പോൾ ഒന്നുകൂടെ വരേണ്ടി വരുമായിരിക്കും എക്സാം എഴുതാൻ എന്ന് ശരിക്കും ഞാൻ ചിന്തിച്ചു പോയി, പേടിച്ചു പോയി. അങ്ങനെ വന്നിരുന്ന് ഞാനിങ്ങനെ ഗ്രൂപ്പിലൊക്കെ എടുത്ത് നോക്കി, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മിസ്സ് എക്സാം കഴിഞ്ഞ് വരുമ്പോഴേ എണ്ണമെന്ന് പറഞ്ഞു. ഇപ്പം ഗ്രൂപ്പിൽ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ടഫാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അനിറ്റ മിസ്സും സാജൻ സാറും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, ഫസ്റ്റ് പേപ്പർ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പം ഒന്നുകൂടെ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് മിസ്സേ, പ്രശ്നമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പം മിസ്സ് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇത് പാസ്സാവും, അടുത്തത് നല്ല ഭംഗിയായിട്ട് പോയി എഴുതിക്കോ, ഒന്നും പേടിക്കാനില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ മിസ്സ് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം അതൊരു കോൺഫിഡൻസ് ആയി കേട്ടോ. ഞാൻ വിചാരിച്ചാൽ ദൈവം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരട്ടെ നോക്കാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 12 തൊട്ട് 2 വരെയുള്ള ഗ്യാപ്പ് പഠിക്കാനൊക്കെ ഉള്ള എന്തൊക്കെയോ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ടാണ് പോയത്, ഒന്നും പിന്നെ നോക്കിയില്ല ഇതൊരിത് കാരണം. അങ്ങനെ നമ്മുടെ ഫിസിക്സിൻ്റെ ഇത് ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആദ്യമേ മറിച്ച് നോക്കി പല ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പം അതൊരു കോൺഫിഡൻസാണ്. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പേടിച്ചില്ല ഫിസിക്സിൻ്റെ. അപ്പം ആദ്യം എന്തായാലും ഫസ്റ്റ് പയ്യെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഏകദേശം ഏറ്റവും അത്ഭുതം എന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏകദേശം 47 or 49 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നെയായിരുന്നു. നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചത്. അത് അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെ, അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഇതാണല്ലോ ആൻസർ എന്ന് എനിക്കറിയാം. ചിലത് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. എന്നാലും ഞാൻ മോഡൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതായത് നമുക്ക് പാസ് മാർക്കിനുള്ളത് നമുക്ക് നമ്മുടെ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഫിസിക്സിൻ്റെ പേപ്പർ നന്നായിട്ട് എഴുതാൻ പറ്റി. ഉച്ച കഴിഞ്ഞത്തെ സെഷൻ നല്ല രീതിയിൽ വർക്ക് അത് എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി ഇത് പാസ് മാർക്ക് കിട്ടി, ഇതിന് വിഷയമൊന്നുമില്ല. അപ്പോഴും ടെൻഷൻ ഫസ്റ്റ് പേപ്പറാണ് രാവിലത്തേത്. അപ്പോൾ വന്നപ്പോഴേ നോക്കുന്നത് മിസ്സ് കീ ഇട്ടിട്ടുണ്ടോ, എന്നിട്ട് വേണമല്ലോ മാർക്ക് കൂട്ടി നോക്കാം. പോരുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് കൂട്ടിയിട്ടായിരുന്നു. അത് ഫസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് കൂട്ടിയപ്പോഴാണ് ഒരു സമാധാനം. ശരി 60 above ഉണ്ടാകും, കുഴപ്പമില്ല. സെക്കൻഡ് പേപ്പർ പാസ്സാവുന്നൊരു കോൺഫിഡൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നി. പക്ഷേ ഫസ്റ്റ് പേപ്പറിന് ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ വൈകിട്ട് വന്നു എല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കി. ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ടോസിൻ്റെ ആൻസർ കീ ഒക്കെ വെച്ച് നോക്കി. ആൻസർ കീ വെച്ച് നോക്കിയപ്പം അത്യാവശ്യം പാസ് മാർക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ടിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറയണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ടെലഗ്രാമിൽ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ നമുക്ക് നമുക്ക് ഫോൺ എപ്പോഴും കയ്യിലുള്ളത് കൊണ്ട് എപ്പോഴാണ് നമുക്ക് ചുമ്മാ പോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ടായി. അതാണ് എനിക്ക് ഏറ്റവും നമ്മുടെ സ്റ്റഡി പാറ്റേണിൽ സ്റ്റഡി മെത്തേഡിൽ ഏറ്റവും നമ്മുടെ റെപ്പറ്റീഷൻ, അത് ഫിസിക്സ് സബ്ജക്റ്റ് ആണെങ്കിലും ജനറൽ പേപ്പറിനാണെങ്കിലും റിപ്പീറ്റ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. കാരണം നമ്മൾ എത്ര തവണ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്നോ അത്രയും ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. ഇപ്പം എത്ര ഗ്യാപ്പ് വന്നവരാണെങ്കിലും എത്ര വർഷം ഗ്യാപ്പ് വന്നവരാണെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ ഒരു 6 months അല്ലെങ്കിൽ 6 months തന്നെ നമ്മൾ പ്രിപ്പറേഷൻ എടുക്കുന്നില്ല, ഒരു 4 to 5 months നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സെറ്റ് എക്സാം കൃത്യമായ പ്രിപ്പറേഷനോടെ അത് തന്നെ വേണം, ഒരു കൃത്യമായ ഒരു ട്രാക്കിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പം സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭംഗിയായിട്ടും കൃത്യമായിട്ടും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഒരു 4 to 5 months നമ്മുടെ ഒരു ഹാർഡ് വർക്കും നമ്മുടെ ഒരു ടൈമും അതിനു വേണ്ടി മാറ്റി വെച്ചാൽ, ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് ഇപ്പം BEdോ PGയോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മുടെ ഒരു കുറച്ച് സമയം, ദിവസത്തെ ഒരു കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് ടോസ് അക്കാഡമിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. നമുക്ക് ഭംഗിയായിട്ട് എക്സാം പാസ്സാവാൻ പറ്റും. ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ടോസ് അക്കാഡമിയോടുള്ള നന്ദി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അതിൽ മെരിയ മിസ്സ്, അനിറ്റ മിസ്സ്, സാജൻ സാറ് അവരുടെ ഹാർഡ് വർക്ക് ഏറ്റവും
പ്രശംസിക്കേണ്ടതാണ്. കാരണം അവർ അത്ര നന്നായിട്ട് നമുക്ക് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ കൂടെ നിൽക്കും, നമ്മളുമായിട്ടൊരു 1-to-1 കോണ്ടാക്റ്റ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ 3 പേരും ഒരു ഫ്രണ്ട്ലി നേച്ചർ. ശരിക്കും പറഞ്ഞാൽ അവർ 3 പേരും എന്നേക്കാൾ യങ്ങാന്ന് തോന്നുന്നു. എന്നാൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി മൂഡാണ് അവരോട് വർത്തമാനം പറയുമ്പോൾ. അപ്പം അത്ര സന്തോഷമുണ്ട്. ടോസ് അക്കാഡമിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ടീച്ചേഴ്സിനും ടോസ് അക്കാഡമിയുടെ അധ്യാപകർക്കും ഒരുപാട് നന്ദി, ഒരുപാട് ആശംസകൾ. എല്ലാവർക്കും എക്സാംസൊക്കെ പാസ്സാവാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.